ഒരു വെസലിന്റെ ബർത്ത് തീയതി മുതൽ 12 മാസം തികയുമ്പോൾ വെസൽ നിർബന്ധമായും ആനുവൽ സർവേക്ക് വിധേയമാക്കണം. ഇതിലൂടെ വെസൽ സുരക്ഷിതമാണെന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന് അപകടമുണ്ടാക്കുന്ന തകരാറുകളൊന്നും ഇല്ലെന്നും ഉറപ്പുവരുത്താനാകും. സർവേയുടെ ആദ്യഘട്ടത്തിൽ വെസലിന്റെ പേര് KIV നമ്പർ അഥവാ IV നമ്പർ ഹള്ളിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. തുടർന്ന് ഈ വിവരങ്ങൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളുമായി ഒത്തുനോക്കി സ്ഥിരീകരിക്കും. 2022 റൂൾ പ്രകാരമാണ് നിലവിൽ എല്ലാ ഹൗസ് ബോട്ടുകളും നിർമ്മിക്കുകയും അതിന്റെ പരിപാലനം നടത്തുകയും ചെയ്യുന്നത്. 2022 റൂൾസ് പ്രകാരം നിർമ്മിച്ച ഒരു വെസലിന് പലതരത്തിലുള്ള സർവേകളുണ്ടാവും. അതിനെ നമുക്ക് 5 ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് ഇനിഷ്യൽ സർവേ, അതായത് പണി പൂർത്തീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നടത്തുന്ന സർവേയാണ്. അതിനെ നമുക്ക് ഇനിഷ്യൽ സർവേ എന്ന് പറയാം. രണ്ടാമത് ആനുവൽ സർവേ അല്ലെങ്കിൽ വാർഷിക സർവേ. ഇത് എല്ലാ ആനിവേഴ്സറി ഡേറ്റിനും നടത്തുന്ന സർട്ടിഫിക്കറ്റ് സർവേയാണ് ഈ ആനുവൽ സർവേ എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് നമുക്ക് ഇന്റർമീഡിയറ്റ് സർവേ അല്ലെങ്കിൽ ഡോക്കിംഗ് സർവേ എന്ന് പറയാം. ഈ സർവേ 5 വർഷത്തിൽ 2 സർവേയാണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ ഡ്യൂറേഷൻ 36 മാസത്തിൽ കൂടുതലാകാനും പാടില്ല. നാലാമത് റിന്യൂവൽ സർവേ ആണ്. ഇത് എല്ലാ 5 വർഷം കൂടുമ്പോഴും നടത്തുന്നതാണ് ഈ റിന്യൂവൽ സർവേ. അഞ്ചാമത് അഡീഷണൽ സർവേ. ഈ അഡീഷണൽ സർവേ നടത്തുന്നത് മേജർ റിപ്പയറുകളോ മാറ്റങ്ങളോ മറ്റുള്ള എന്തെങ്കിലും അഡീഷണൽ എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്യുമ്പോഴോ ചെയ്യുന്നതാണ് ഈ പറയുന്ന അഡീഷണൽ സർവേ. വെസലിന് സാധുവായ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് വെസൽ നിർമ്മിച്ച വർഷം, പ്രവർത്തന മേഖല, വെസലിന്റെ വിഭാഗം, നീളം, ടണ്ണേജ് എന്നിവ രജിസ്ട്രേഷൻ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കും. എഞ്ചിൻ പരിശോധനയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ എഞ്ചിനാണോ വെസലിൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും. അതോടൊപ്പം വെസലിന്റെ ബോഡി FRP ആണോ സ്റ്റീലാണോ എന്നും വെസലിന്റെ നിലവിലെ അവസ്ഥയും പരിശോധിക്കും. സർട്ടിഫിക്കറ്റ് സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പരിശോധിക്കുന്നതാണ് ആനുവൽ സർവേ എന്ന് പറയുന്നത്. വാർഷിക സർവേ എന്ന വെസൽ ഓപ്പറേഷന് ഫിറ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതാണ്. അതായത് ദാറ്റ് മീൻസ് സീവർത്തി ആണോ എന്ന് പരിശോധിക്കുന്നതാണ്. സർവേയർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ വാർഷിക സർവേ എൻഡോസ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഈ സർവേയിൽ സൂപ്പർ സ്ട്രക്ചർ, ഹാച്ച് വേസ്, സ്കൈലൈറ്റ്സ്, ഡെക്കേഴ്സ്, ബൾക്കറ്റ്സ്, വാട്ടർ ടൈറ്റ്നസ്, സ്കപ്പേഴ്സ്, സാനിറ്ററി ഡിസ്ചാർജ്, ബോൾവർക്സ്, ഗാങ്വേ, ഫ്രീ ബോർഡ് മാർക്ക്, ഒപ്പം മെഷീനറികളുടെ പ്രവർത്തനങ്ങളും അവരുടെ മെയിൻ്റനൻസുകളും, സ്റ്റിയറിംഗ് ഗിയറും അതിന്റെ പ്രവർത്തനവും അതിന്റെ മെയിൻ്റനൻസും, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് പരിശോധിക്കും. കൂടാതെ ലൈഫ് സേവിംഗ് എക്യുപ്മെന്റ്സ് പരിശോധിക്കും. ഈ ആനുവൽ സർവേയിൽ നമ്മൾ ഇത്രയും പരിശോധിച്ച് ഇതെല്ലാം പരിപൂർണമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആനുവൽ സർവേ കംപ്ലീറ്റ് ആവുന്നു. ഇല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചെക്ക് ലിസ്റ്റ് വഴി പരിശോധിച്ച് ഇന്ന പോരായ്മ ചെക്ക് ലിസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കുകയും അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്കാണ് ഈ സർട്ടിഫിക്കറ്റ് സർവേ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബസ്സിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം ബോട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ശേഷം വെസലിലെ ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും. വെസലിൽ യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മതിയായ ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ബോയുകൾ എന്നിവ ഉണ്ടോ എന്നും അടിയന്തര സാഹചര്യം നേരിടാൻ ആവശ്യമായ ഫയർ പമ്പ്, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ എന്നിവ പ്രവർത്തനക്ഷമമാണോ എന്നും പരിശോധിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തും. എല്ലാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്ത വാർഷിക സർവേയുടെ തീയതി രേഖപ്പെടുത്തി സർവേ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. സമയബന്ധിതമായ ആനുവൽ സർവേ ഒരു നിയമപരമായ നടപടിക്രമം മാത്രമല്ല, അത് ഓരോ യാത്രക്കാരന്റെയും ജീവനക്കാരന്റെയും സുരക്ഷയുടെ ഉറപ്പാണ്.